ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ അവർ എന്ന സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ടോറാണെങ്കിൽ ഒരു ആൽബം എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ഫോട്ടോസ് കണ്ടിട്ട് ഹില്ലാണ് ന്യൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഷോക്കായിട്ട് നീയാണെന്ന് വെച്ചപ്പോൾ അതേന്ന് പറയാണ്. ആസിമ ടോർ എന്താ ഇതുവരെ പറയാത്തേന്ന് വെച്ചപ്പോൾ ഹില്ല് അത് പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആസിമ ടോർ അപ്പം നിനക്കെന്നെ ഓർമ്മ ഉണ്ടായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു നീ പെട്ടെന്ന് പോകുമ്പോഴത്തേക്ക് നീ എന്നെ മറന്നു കാണുമെന്ന്. അപ്പോൾ നീ സിംഗപ്പൂരിൽ കുറേ നാൾ താമസിച്ചിട്ടാണല്ലേ ഇങ്ങ് തിരിച്ചു വന്നതെന്ന് വെച്ചപ്പോൾ ഒരു വർഷത്തോളം ഞാൻ അവിടെ താമസിച്ചു, എന്നിട്ടാണ് ഞാൻ ഇങ്ങ് തിരിച്ചു വന്നത്. ആ സമയം ഞാൻ നീ പഠിക്കുന്ന ആദ്യ സ്കൂളിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ അപ്പോൾ നീ എന്നെ മറന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു കാര്യം ടേർ ആലോചിച്ചിട്ട് അല്ല അപ്പം നീ എന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ നിനക്കെന്നെ ഇഷ്ടമായിരുന്നെന്ന്, അതായത് ന്യൂ ആയിട്ടിരിക്കുന്ന ടൈമിനെ നിനക്കെന്നെ ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇല്ല അതേന്ന് പറയാണ്. ടേർ അപ്പോൾ ഓഹോ അപ്പം അങ്ങനെയല്ലേ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ ചേർന്ന് ഇങ്ങനെ ക്ലോസ് ആയിരിപ്പുണ്ട്. ആ സമയം ഇല്ല എന്താണെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല ഞാൻ വരെ ഹാപ്പിയാണെന്ന് ടേർ പറയുന്നുണ്ട്. ഇല്ല ആ സമയം ഞാനൊരു സ്വപ്നത്തിലാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ടേറും എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, മേ ബി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സ്വപ്നം കാണുന്നതായിരിക്കും എന്ന് പറയാണ്. അതേസമയം ഹില്ലാണെങ്കിൽ ഞാൻ ഇന്ന് ഈവനിങ് ജോഹാൻ ഇപ്പോൾ വാങ്ങിച്ച പുതിയ കഫേയിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്, നീ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരാം, ഞാൻ ഓർത്തിടങ്ങളെ വിളിച്ചോട്ടെ എന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയം അവനെയും വിളിക്കാനായിട്ട് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഈവനിങ് കഫേയിൽ ഹില്ലും ജോഹാനും ആർത്തിനും തോൻഫായി ഇരുന്ന് പഠിക്കുന്നതാണ്. സൈഡിലൊരിടത്തായിട്ട് ടേറും നോർത്തും മാറിയിരിക്കുന്നുണ്ട്. ഇവർ നാലുപേരും ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കുന്ന കണ്ടിട്ട് നോർത്താണെങ്കിൽ ജോഹാനാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ടേറപ്പോൾ എന്തു പറ്റി നിനക്ക് ടെൻഷനാണെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ പിന്നല്ലാണ്ട് ജോഹാൻ ഉടനെ ബോസ്റ്റണിലോട്ടും പോകാനുള്ളതല്ലേ, അപ്പോൾ അവയിങ്ങനെ സ്ട്രെസ് എടുത്താൽ എങ്ങനെ ശരിയാവും എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ടേർ ജോഹാൻ ബോസ്റ്റണിലേക്ക് പോകാൻ പോകുന്ന കാര്യം അറിയുന്നത്. അങ്ങനെ അവൻ ബോസ്റ്റണിലേക്ക് പോവാണ്. എന്തിനെന്ന് ചോദിച്ചപ്പോൾ വർക്കിൻ്റെ കാര്യത്തിന് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അപ്പം നീ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അതുപോലെ തന്നെ നീ ഇൻസ്റ്റാഗ്രാം കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു സാധനം എടുത്ത് കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ടേറാണെങ്കിൽ ജോഹാൻ്റെ അക്കൗണ്ട് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ജോഹാനാണെങ്കിൽ നോർത്തിൻ്റെ അവൻ നടന്നു പോകുന്നൊരു ഫോട്ടോ എടുത്തിട്ടിട്ട് എൻ്റെ ലിറ്റിൽ പപ്പി എന്നും പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ നോർത്തിന് ചെറിയ ബ്ലഷ് ആവുന്നുണ്ട്. അതും പറഞ്ഞ് ടേർ നോർത്തിനെ കളിയാക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ടേറാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെക്കേഷൻ ആവുന്ന ടൈമിന് ഹില്ലിൻ്റെ കൂടെ ഒരു ട്രിപ്പിനൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ ട്രിപ്പിന് പോവാണ് എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ ടേറാണെങ്കിൽ അതിന് ജോഹാൻ സമ്മതിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹില്ലാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തൊക്കെ നമുക്കൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറയാണ്. അതേസമയം ജോഹാനാണെങ്കിൽ പുറത്തേക്ക് ബാൽക്കണി സൈഡിലൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് നോർത്താണെങ്കിൽ താനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ജോഹാന് കുടിക്കാനും തനിക്ക് കുടിക്കാനും ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ജോഹാൻ അടുത്തേക്ക് ചെല്ലാണ്. ഇതേസമയം ജോഹാൻ എന്തോ ആലോചിക്കാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ നോർത്ത് അങ്ങോട്ടേക്ക് എന്നിട്ട് നൈറ്റല്ലേ ഞാൻ നിനക്ക് കുടിക്കാനായിട്ടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുത്തിട്ട് എന്ത് പറ്റി ഒരുമാതിരി നിൽക്കുന്നത്, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, എന്താണേലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാണ്. അതേസമയം ജോഹാനാണെങ്കിൽ ഞാൻ ബോസ്റ്റണിലേക്ക് പോയി കഴിയുമ്പോൾ നീ എന്നെ മിസ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് ഉറപ്പായിട്ട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഉടനെ തുമ്മുവാണ്. ആ സമയം ജോഹാനാണെങ്കിൽ ഇവിടെ പുറത്ത് തണുപ്പാണ്, വാ നമുക്ക് അകത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് അത്ര പെട്ടെന്ന് വയ്യാതെയൊന്നും ആവത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ നിനക്ക് എങ്ങനെ വയ്യാതാവുന്ന കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവർ നിൽക്കുന്ന ടൈമിന് അവൻ ഒന്നുകൂടെ തുമ്മുവാണ്. അങ്ങനെ ജോഹാൻ മതി നിന്നതെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ജോഹാൻ ഹില്ലിൻ്റെ അടുത്ത് വാർത്തൻ്റെ അടുത്തൊക്കെ ചെന്നിരിക്കുകയാണ്. തിരിച്ച് നോർത്താണെങ്കിൽ നമ്മുടെ ടേറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നാൽ വന്നിരിക്കുന്ന ടൈമിന് എന്തുകൊണ്ടോ നോർത്തിൻ്റെ മുഖം കാണുമ്പോൾ ടേറിന് വയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. എന്നാലും നോർത്തിൻ്റെ അടുത്ത് എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ നോർത്ത് ഒന്നുമില്ല ജസ്റ്റ് എന്തോ വയ്യായ്ക പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ടേർ അങ്ങനെ അവനൊന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ നല്ല പനിയുണ്ടായിരുന്നു. അതേസമയം ടേർ ജോഹാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം വേണ്ട അവനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന് പറയുമ്പോൾ ടേറാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞിട്ട് ടേർ എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ നോർത്ത് വേണ്ടെന്ന് പറഞ്ഞ് അവനെ തടയാനായിട്ട് എഴുന്നേക്കുമ്പോൾ തല ചുറ്റി വിടാനായിട്ട് പോവുകയാണ്. അത് കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരുന്നുമുണ്ട്. ജോഹാൻ ഉടനെ വന്ന് നോർത്തിനെ പിടിക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജോഹാൻ്റെ വീട്ടിൽ നോർത്താണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. അവൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ജോഹാൻ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം ഉറക്കത്തില്ലേ നോർത്താണെങ്കിൽ എനിക്ക് തണുക്കുന്നു എന്നെ ഹഗ് ചെയ്യാനായിട്ട് ജോഹാനോട് പറയുന്നുണ്ട്. അങ്ങനെ ജോഹാൻ അവനെ ഹഗ് ചെയ്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും അവനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നോർത്താണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് ജോഹാൻ്റെ അടുത്ത് കൈ വേനിക്കുന്നുണ്ടോ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ അതൊന്നും കുഴപ്പമില്ല, നീയല്ലേ പറയുന്നത് നിനക്ക് വയ്യാതാവില്ലെന്ന്, എന്നിട്ടിപ്പോൾ വയ്യാതായില്ലേ അപ്പം നിനക്ക് ഇതിനെന്ത് പണിഷ്മെൻറ്റാണ് തരേണ്ടതെന്ന് ചോദിച്ചിട്ട് ജോഹാനാണെങ്കിൽ നോർത്തിനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെന്നെ കിസ് ചെയ്ത് വരുന്ന ടൈമിന്
നോർത്ത് പെട്ടെന്ന് കിസ് ചെയ്ത് നിർത്തുവാണ്. ആ സമയം ജോഹാൻ അത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ നോർത്ത് അത് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നീ തുടങ്ങാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ എന്തോന്ന് തുടങ്ങാൻ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നോർത്ത് കിസ് ചെയ്യുന്ന തുടങ്ങാനായിട്ട് പറയാണ്. അങ്ങനെ നോർത്തിൻ്റെ അടുത്ത് ജോഹാനാണെങ്കിൽ കിസ് ചെയ്യാം, പക്ഷേ നീ എൻ്റെ അടുത്ത് നേരെ മര്യാദയ്ക്ക് ചോദിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നോർത്ത് മര്യാദയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജോഹാനാണെങ്കിൽ നോർത്തിനെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നോർത്ത് ഉറക്കം ജോഹാൻ അവൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. നോർത്ത് അങ്ങനെ നോക്കുന്ന ടൈമിന് അവിടെ ഒരു സ്റ്റിക്കി നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് വായിക്കുമ്പോൾ എനിക്കിന്നൊരു എക്സാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ പോവുകയാണ്, നിന്നെ നോക്കാനായിട്ട് പ്രാങ്ക് വരുമെന്നും പറഞ്ഞിട്ടായിരുന്നു ജോഹാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതവൻ വായിക്കുന്ന ടൈമിന് തന്നെ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നതിനിട്ട് ചെന്ന് നോക്കി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് പ്രാങ്കായിരുന്നു. പ്രാങ്കാണെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട്, പനി മാറിയോ, ഞാൻ ഫുഡും മെഡിസിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനതെല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവനത് കഴിക്കാൻ ഇരിക്കുന്ന ടൈമിന് പ്രാങ്ങാണെങ്കിൽ ജോഹാനാണെങ്കിൽ അവൻ്റെ ഒരു റൂമിൻ്റെ സ്പെയർ കീ നിൻ്റെ തരാൻ പറഞ്ഞു, ഇതാ നീ അത് വെച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കൊടുക്കുന്ന സമയത്ത് തന്നെ ജോഹാൻ അങ്ങനെ ആർക്കും ഒന്നും കൊടുക്കാറില്ല, നിനക്ക് തരുന്നുണ്ടെങ്കിൽ നീ അത്രയ്ക്ക് സ്പെഷ്യലായിരിക്കും, സത്യം പറ നിങ്ങൾ ഒരുമിച്ചല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിനക്ക് അവൻ ഇഷ്ടമല്ലേ എന്ന് പ്രാങ്ക് ചോദിക്കുകയാണ്. ആ സമയം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നീ അവൻ്റെ അടുത്ത് ഇതിനായിട്ട് ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് തുറന്ന് പറയും, നിങ്ങൾ ഒഫീഷ്യൽ ആവാനായിട്ട് പറയുന്നുണ്ട്. നോർത്തപ്പോൾ ഇപ്പോൾ ടൈം സിറ്റുവേഷൻ കറക്റ്റ് അല്ല, ജോഹാൻ നല്ല ബിസി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം പ്രാങ്ക് നീയാണ് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അതേസമയം ജോഹാനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രാങ്ങാണെങ്കിൽ അവനെക്കുറിച്ച് മോസ്റ്റ് കാര്യങ്ങൾ നിനക്കറിയാം, പിന്നെന്താ പറഞ്ഞു തരാനുള്ള, അവനാണെങ്കിൽ ഒറ്റ മോനാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ പാരൻസിന് അവനാണ് ഏറ്റവും വലിയ പ്രതീക്ഷ അവരുടെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. പിന്നെ അവനാണെങ്കിൽ സ്കൂൾ ടൈമിൽ അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത് അതിവിടെ അടുത്തുള്ള മറ്റൊരു സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീടെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീട് കാണുമ്പോഴാണ് നമ്മുടെ നോർത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നത്. നോർത്ത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിൽ പോകുന്ന സമയത്ത് ആ വീടിൻ്റെ അതുവഴി പാസ് ചെയ്ത് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ വീടറിയാം, അവൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വീടാണിത്. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ട് അതിങ്ങനെ പ്രാങ്കിനോട് പറഞ്ഞ സമയത്ത് അപ്പോൾ പിന്നെ നീയും ജോഹാനും ഇതിനു മുമ്പേ മീറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് ഞാൻ പക്ഷേ അവനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം പ്രാങ്കിനാണെങ്കിൽ പോകാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നീ റെസ്റ്റ് എടുക്കുക, ഞാൻ പോകുവാന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോണിൽ ഗെയിമും കളിച്ചുകൊണ്ട് കിടക്കുവാണ്. ആ സമയമാണ് നാവ അവനെ കോൾ ചെയ്യുന്നത്. നാവ അവനെ വിളിച്ചിട്ട് നീയാണെങ്കിൽ ഗിയർ സെറിമണിക്ക് വരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഗിയർ കൊടുക്കാറുണ്ട്, അപ്പോൾ അതിന് വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ എനിക്ക് വയ്യ, പിന്നെ ഞാൻ ജോഹാൻ്റെ സ്ഥലത്താണ്, അവനോട് പറയാതെ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നാവോ എനിക്കും വയ്യ, പക്ഷേ നീ അങ്ങോട്ട് വന്നിട്ട് ആ ഗിയർ നീ അവന് ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഞാൻ വേറെ കുറേ BL സീരീസിൽ കണ്ടിട്ടുള്ളതാണ്, ഈ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഗിയർ കിട്ടുമ്പോൾ അതാണെങ്കിൽ അവരുടെ ബോയ് ഫ്രണ്ട് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ചായിരിക്കും നാവ ഇപ്പോൾ അത് നീ ജോഹാന് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നാവ വിളിച്ചതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ റെഡിയായി പോകുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു ഗിയർ സെറിമണി നടക്കുന്ന ടൈമിന് ഇവനാണെങ്കിൽ ടെൻഷനാണ്, കാരണം ജോഹാൻ വീട്ടിൽ വരുമ്പോൾ ഇവനെ കണ്ടില്ലെങ്കിൽ ദേഷ്യപ്പെടും. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരു സീനിയറിൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് പൊക്കോട്ടെ എന്ന് നോക്കുമ്പോൾ അത് പറ്റത്തില്ല, ഓർഡർ അനുസരിച്ച് തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവൻ്റെ ഓർഡർ ആവുന്നുണ്ട്, ഇവൻ പോയി വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് ഒരു പയ്യൻ വന്നിട്ട് അവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനിയറിൻ്റെ അടുത്ത് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ ആ സീനിയർ നോർത്തിൻ്റെ ID നമ്പർ വിളിച്ചിട്ട് ആ ആൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. നോർത്ത് അങ്ങനെ അവൻ്റെ കൈ വെക്കുമ്പോൾ നിന്നെ വിളിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ ജോഹാനാണെന്ന് മനസ്സിലായിട്ട് അവൻ്റെ അടുത്തിരിക്കുന്ന നാവോയും ചെല്ലെന്ന് പറയാണ്. കാരണം നാവോ നേരത്തെ നോർത്തിനോട് പറഞ്ഞായിരുന്നു ജോഹാൻ്റെ അടുത്ത് ഈ ഒരു ഗിയർ കൊടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തിട്ട് നിങ്ങൾ ബോയ് ഫ്രണ്ട്സ് ആവാനായിട്ട്. അപ്പോൾ നോർത്താണെങ്കിൽ ഇത് തന്നെ അവസരമെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നത് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി ചെന്ന് ജോഹാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ജോഹാനെ ദേഷ്യപ്പെട്ടാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് നിന്നെ കണ്ടില്ല, ഞാൻ എന്തുമാത്രം ടെൻഷനായെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോർത്ത് ആ സമയം അത് പിന്നെ ഗിയർ സെറിമണി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്, നീ ഒന്ന് ദേഷ്യപ്പെടാതിരിക്കാവോ, ഫസ്റ്റ് നീ എന്നോടൊന്ന് വരും, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. ആ സമയം ജോഹാൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നോർത്ത് അത് മറുപടി എടുക്കാൻ നിൽക്കാതെ ജോഹാനെ വിളിച്ചുകൊണ്ട് നേരെ റൂഫ് ടോപ്പിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നുണ്ടേ ജോഹാൻ്റെ കയ്യിൽ ആ ഗിയർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ തന്നപ്പോൾ തന്നെ നിനക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ, ആരും എൻ്റെ ലൈഫിൽ നീ എന്നെ നോക്കിയെന്ന പോലെ നോക്കിയിട്ടേ ഇല്ല, എന്നെക്കുറിച്ച് കെയർ ചെയ്തിട്ടില്ല, എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുമില്ല, നീ എൻ്റെ ലൈഫിൽ വന്നപ്പോൾ തൊട്ട് എല്ലാം നന്നായിട്ടാണ് നടക്കുന്നത്, ജോഹാൻ എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് നോർത്ത് ടെൻഷനായി കണ്ണടച്ചിരിക്കുകയാണ്, ജോഹാനെ റിപ്ലൈ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ. ആ സമയം ജോഹാനാണെങ്കിൽ അവനെ ഹഗ് ചെയ്തിട്ട് ഞാൻ നിന്നെ വിട്ടിട്ട് എവിടെ പോകാനാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ വെച്ചങ്ങ് മൊത്തത്തിൽ സെറ്റാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നോർത്തിനൊക്കെ എക്സാമാണ്. അപ്പോൾ നോർത്ത് ഒരു വാക്ക് പഠിച്ചിട്ടില്ല, തൊട്ടടുത്ത് നാവൊക്കെ നിൽക്കുന്നുണ്ട്. നോർത്ത് ഇങ്ങനെ ഓരോ പേജ് മറിച്ച് പോകുന്ന കണ്ടിട്ട്
പഠിച്ചിട്ട് ഇനി കാര്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി, എന്നാലും എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു എക്സാം എഴുതാൻ കയറുന്നുണ്ട്. എക്സാം എഴുതി ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എല്ലാം കൂട്ടത്തോടങ്ങ് പൊളിഞ്ഞിട്ടുണ്ട് പരീക്ഷയിൽ. ആ സമയമാണ് ജോഹാൻ നോർത്തിന് മെസ്സേജ് അയക്കുന്നത്. നമ്മൾ നോർത്തിനെ വെയിറ്റ് ചെയ്തായിരുന്നു അവൻ്റെ ഫ്രണ്ട്സ് ഇരുന്നത്. എന്നാൽ ജോഹാൻ മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ നോർത്താണെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ഇട്ടിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ നോർത്താണെങ്കിൽ ജോഹാൻ്റെ അടുത്ത് എത്തുന്നതും ജോഹാനാണെങ്കിൽ നമുക്ക് ഹില്ലിൻ്റെ അടുത്തും ടേറിൻ്റെ അടുത്തൊക്കെ പോകണം, പക്ഷേ പോകുന്നതിന് മുമ്പേ നമുക്ക് ഫുഡ് വാങ്ങണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫസ്റ്റ് പോയി ഫുഡ് വാങ്ങിച്ചിട്ട് ടേറും ഹില്ലും പിന്നെ ആർത്തറും തോൻഫായി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് നോർത്ത് കൊടുത്ത ആ ഒരു ഗിയർ നോർത്താണെങ്കിൽ ജോഹാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതൊരു ബ്രേസ്ലെറ്റ് പോലെ ആക്കിയിട്ട് അവൻ്റെ കൈ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എല്ലാവരും കളിയാക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ചറപറ ഹില്ലും ടേറും പിന്നെ തോൻഫായും ഒക്കെ ഓരോരുത്തരങ്ങനെ മാറി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ടേറാണെങ്കിൽ ജോഹാൻ്റെ അടുത്ത് നോർത്തിന് ഉറങ്ങുന്ന ടൈമിന് രാത്രി ഹഗ് ചെയ്ത് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഹില്ലാണെങ്കിൽ അപ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെ തിരിച്ച് ഹഗ് ചെയ്യുന്ന ടേറ് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ ഹില്ല് ജലസായിട്ട് ജോഹാന് തീരെ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ നമ്മുടെ നോർത്തിനോട് ഞാനൊന്ന് ബോസ്റ്റലിലോട്ട് പോയിട്ട് തിരിച്ചു വരട്ടെ, ബാക്കിയൊക്കെ പിന്നെ നോക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്തിന് ഇവ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അതിനുശേഷം പിന്നെ അവരെല്ലാവരും ഫുഡ് കഴിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നോർത്താണെങ്കിൽ ജോഹാൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് അടുത്ത ദിവസത്തിനുള്ള എക്സാമിൻ്റെ കാര്യം പഠിക്കുന്നതാണ്. ആ സമയം ജോഹാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവന് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം ജോഹാൻ ടയേർഡായിട്ടിരിക്കുന്നതാണ് കേട്ടോ. നീ ടയേർഡാണോ, ബോസ്റ്റണിൽ പോകുമ്പോൾ ഇതിനേക്കാളും ടയേർഡായിരിക്കുമല്ലോ എന്ന് നോർത്ത് പറയുമ്പോൾ അവനാണെങ്കിൽ അതെ, പക്ഷേ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്ക് തിരക്ക് പിടിച്ച ജോലികളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ എനിക്കാണെങ്കിൽ എക്സാം ഉള്ളതുകൊണ്ട് നാളെ നിൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് വരാനും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ കുഴപ്പമില്ല നീ പോയി എക്സാം എഴുതാൻ പറയുമ്പോൾ നോർത്താണെങ്കിൽ പക്ഷേ എനിക്ക് നിൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ജോഹാനാണെങ്കിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നതാണ് രാവിലെ തന്നെ. ആ സമയം എക്സാമിന് മുമ്പേ പെട്ടെന്ന് തന്നെ നോർത്ത് അവനെ കാണാൻ വരുന്നുണ്ട്. ആ സമയം ജോഹാൻ നീ എന്തിനും ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സാം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ടൈമും കൂടെ ഉണ്ട്, അതിന് മുമ്പേ ഒന്ന് ബായ് പറയണമെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് ഹഗ് ചെയ്തിട്ട് 3 നേരം ഫുഡ് കഴിക്കണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, പിന്നെ സേഫായിട്ട് പോയിട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ ഞാൻ പോവാതിരിക്കട്ടെ എന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് പറ്റൂല, പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നാൽ അത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നോർത്ത് കോളേജിലേക്ക് വരുന്നതാണ്. അവനങ്ങനെ നടന്നു പോകുന്ന ടൈമിന് അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ടൈഗർ ഓടി വരുന്നുണ്ട്. അങ്ങനെ അവൻ ടൈഗറിൻ്റെ കൈ ശ്രദ്ധിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഗിയർ ബ്രേസ്ലെറ്റ് പോലെ ഇട്ടേക്ക് കണ്ടിട്ട് ഇത് എവിടെന്നാ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇത് നാവോയുടെ ആണെന്ന് പറയാണ്. അത് കാണുമ്പോഴത്തേക്കും ഇവന് നാവോയായിട്ട് ഇതിന് സെറ്റായി കാണുമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങളുടെ ഒരു സെറ്റായോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല അവൻ കാണാതെ എടുത്തിട്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം എന്ത് വേണ്ട നിനക്കെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ടൈഗറാണെങ്കിൽ എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം, നാവോയുടെ കാര്യത്തിലാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറേ കഴിയുമ്പോൾ ടൈഗറും പിന്നെ നോർത്തും കൂടെ ആയിട്ട് നമ്മുടെ നാവോയുടെ റൂമിലേക്ക് വരുവാണ്. നാവോ അതേസമയം ഗെയിം ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം കാണിച്ചു കൊടുത്തിട്ട് ടൈഗറാണെങ്കിൽ അവൻ ഇങ്ങനെ ലൈവ് ഇങ്ങനെ പോകുമ്പം ഒരുപാട് പേര് അവനായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. നീ അതെങ്ങനെയും തടയുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് ഞാനതെങ്ങനെ തടയാനാ, അവൻ ബ്രോഡ്കാസ്റ്റ് കയറി കഴിഞ്ഞാൽ എനിക്കവനെ അധികം തടയാൻ പറ്റില്ലല്ലോ, അവനാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ടൈഗർ പ്ലീസ് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നോർത്ത് നാവോയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ അവനെ കളിയും തടയാൻ പോയ നോർത്ത് പിന്നീട് കാണുന്നത് നമ്മുടെ നാവോയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നതാണ്. അങ്ങനെ നാവോയും ഇവനും കൂടെ ആയിട്ട് മാച്ചായിട്ട് ഒരുമിച്ച് നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ലൈവ് പോകുന്നുണ്ട്. ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട്, കുറേ പേര് ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം ഇനി വേറെ വഴിയില്ലാന്ന് മനസ്സിലായിട്ട് ടൈഗർ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് അവനും കുറേ ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ നാവോ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. ടൈഗറാണെന്ന് മനസ്സിലാവുന്നില്ല, എന്നാൽ നമ്മുടെ നോർത്തിന് മനസ്സിലാവുന്നുണ്ട് ടൈഗറാണെന്ന് ചെയ്യുന്നതെന്ന്. എന്നാലും അത് ചെയ്തിട്ട് ഒരു പണി നടക്കത്തില്ല, കാരണം പലരും ഇവനോട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടൈഗർ ബാൽക്കണിയിലേക്ക് ചെന്ന് നിന്നിട്ട് നമ്മുടെ നോർത്തിനിട്ടൊരു പണി വയ്ക്കാനായിട്ട് ജോഹാനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നോർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് നോക്കുമ്പോൾ ജോഹാനാണെങ്കിൽ ആ ഗെയിമിൽ ജോയിനായിട്ട് ഇവന് കമൻറ്റ് ഇടുവാണ്. ജോഹാനാണെന്ന് മനസ്സിലായതും ഇവന് ഗെയിം കളിക്കുന്നത് നിർത്തിയിട്ട് ടൈഗറിൻ്റെ അടുത്ത് നിന്നിട്ട് നീ എല്ലാവരുടെ എനിക്ക് ഈ പണി എന്തെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടൈഗർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ പോയിരുന്ന് ഗെയിം കളിച്ചല്ലേ എന്ന് പറയുന്നുണ്ട്. അതേസമയം ജോഹാനുവിന് മെസ്സേജ് ഇട്ടിട്ട് നീ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൽ നിന്ന് എനിക്ക് കുറേ പൈസയും കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ നിനക്ക് പൈസയാണോ വേണ്ടത്, നിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചാൽ, എനിക്ക് വർക്കുണ്ട് പെട്ടെന്ന് അയച്ചാൽ, നീ ഒരു വീഡിയോ അയച്ചു എന്നാൽ നിനക്ക് 10,000 രൂപ തരാമെന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം ഇവൻ ടൈഗറിനോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ടൈഗറിനാവും ഇവന് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇവനാണെങ്കിൽ ഞാൻ എന്താ പറയണത് എനിക്ക് അറിഞ്ഞൂടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടൈഗർ നീ ഒരു മിനിറ്റ് എന്തെങ്കിലും അവനോട് സംസാരിക്കുന്നത്, എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നത്, പിന്നെ അവന് വർക്കിൻ്റെ തിരക്കുണ്ട്, പെട്ടെന്നൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം, നിനക്ക് പൈസയും കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ സ്റ്റാർട്ടാക്കുന്നതും നോർത്ത് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കണം, കോഫി മാത്രം കുടിച്ചുകൊണ്ടിരിക്കരുത്, റെസ്റ്റ് എടുക്കണം, പെട്ടെന്ന് തിരിച്ചു വാ, എനിക്ക് അതിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം ടൈഗർ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിൽ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.